ഊരാളം ചെയ്താൽ വിശേഷമായി, ദേവലകം ചെയ്താൽ ഇത് അഗ്നിമാരുതി യോഗമാണ്. പണം കൊടുത്തിട്ട് ചെയ്യുമ്പോൾ ഊരാളം മാറി പിടിക്കുക. പണം കൊടുത്ത് ചെയ്താൽ ദേവലകനായി. ശമ്പളം പറ്റി പൂജ കഴിക്കുന്നവനെയാണ് ദേവലകൻ എന്ന് വിളിക്കുന്നത്. നേരെ മറിച്ച് ഇത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് വെച്ച് സമർപ്പണത്തോടെ ചെയ്യുന്നവനെയാണ് ഊരാളെന്ന് പറയണേ. തന്ത്രിയെ മാറ്റാൻ പറ്റില്ല, പക്ഷെ ലഡു എന്ന് മാറ്റാട്ടോ, ദേവലകനെ മാറ്റാം. ഇതില് പറയുന്നു ഒരാളെ മാത്രമേ ഈശ്വരൻ ചേർത്ത് പറയുന്നുള്ളൂ, ഊരാളൻ, ക്ഷേത്രേശൻ, ഊരാളൻ. ബാക്കിയുള്ളവരൊക്കെ തന്ത്രീശൻ എന്ന് പറയുന്നത് വേണേ മാറ്റാം, പക്ഷെ നോർമലി ഈശ്വത്വം എന്ന് പറയുന്നത് ഊരാളിന് മാത്രമാണ്. അപ്പൊ ഇതുകൊണ്ട് നിങ്ങളത് തീരുമാനിക്കുക. സേവിക്കാൻ മനസ്ഥിതി ഉള്ളവര് കൃത്യമായിട്ട് ആചരിക്കുക. ഭാവിയിൽ പ്രശ്നം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുത്തിപ്പൊന്നിച്ചെടുക്കുന്നത്. എന്താന്ന് ചോദിച്ചാല് കമ്മിറ്റിക്കാരും ഉടമസ്ഥന്മാരും ശാന്തിക്കാരും ഒക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉറപ്പാ. അഗ്നിമാരുതി യോഗ ഇതിങ്ങനെ പോയാൽ ഇതുണ്ടാവില്ല. ഈ പ്രശ്നം വെച്ച് എണീറ്റ് പോകാൻ എളുപ്പാ, നിലനിർത്താൻ എളുപ്പമല്ല അല്ലേ? പെരുന്നാൾ കഴിക്കാൻ എല്ലാവരും ഉണ്ടാവും, പക്ഷെ നിത്യദാനം കഞ്ഞവെള്ളം കൊടുക്കാനും ഉണ്ടാവില്ല. ആ കഞ്ഞവെള്ളം പ്രധാനം. പെരുന്നാൾ കഴിച്ചില്ലേ കുഴപ്പമില്ല. അല്ല, അങ്ങയുടെ കുറ്റമല്ലല്ലോ അത്, അങ്ങയുടെ കുറ്റമല്ലല്ലോ അത്. പക്ഷെ അതിലൊരു വിഷയം വരുന്നത് ഈ വാക്ക് ദുരിതം. ഇവരുടെ എല്ലാവരുടെയും വാക്കിൽ ഇതൊരു ഭാരമാണ്. അപ്പൊ സമർപ്പണം ഇല്ല, പ്രസംഗമേ ഉള്ളൂ. പ്രസംഗം മാറ്റണം, സമർപ്പണം കൊണ്ടുവരണം, എന്നാലേ ഉപാസനയ്ക്ക് ഗുണമുള്ളൂ. ഇനി അത് നിങ്ങൾ തീരുമാനിക്കും. ഇപ്പൊ ആ ഒരു സാധനത്തെ ഇത്ര വിഷയം അപ്പൊ അതുകൊണ്ട് ആചരിക്കേണ്ടവരെ ആചരിക്കണം. അയാളിപ്പോ ഒരു കൂട് ആയാലും അയാളെ ആ രീതിയിൽ നമ്മൾ അംഗീകരിക്കണം. അത് കുടുംബക്കാരനായാലും അംഗീകരിക്കണം, പുറത്തുനിന്നുള്ള ഒരാളായാലും അംഗീകരിക്കണം. കാശ് കൊടുത്താൽ തീരുന്നതല്ല ബന്ധങ്ങൾ. അതുകൊണ്ട് അത് പ്രത്യേകം ഒന്നും ഇവിടെ പരിഗണിക്കുക. കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട് ഇവിടെ, മോശമാണ് അതൊക്കെ, അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ആരും ഇല്ലേ, അതും പ്രധാനമാണ്. അപ്പം അതൊക്കെ എല്ലാവർക്കും വേണ്ടിയാണ് ഈ ചെയ്യണത്. വേണമെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ പറയില്ല. എനിക്ക് പോയിട്ട് ഇത് നിലനിൽക്കണ്ട, ഞാൻ അങ്ങനെയൊന്നും പറയില്ല. ആരൊക്കെയാന്ന് വെച്ചാൽ കൂടുക എല്ലാവരും. പക്ഷെ നമ്മൾ അന്വേഷിച്ചതിന് കൃത്യമായി മനസ്സിലായി ഈ വാക്ക് തമ്മിൽ സ്പർദ്ധയുണ്ട്, അത് ഗോപ്യമാണ്, ആരും ആചരണത്തിലില്ല, ഉത്സവത്തിനുണ്ട്. അപ്പം അതൊക്കെ നിങ്ങളൊന്ന് വേണ്ട പോലെയൊക്കെ ചിന്തിക്കും. ബാക്കിയൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. അപ്പം വിഷയം വന്നു കേട്ടോ. അപ്പം പൃച്ഛാനിർഗമ മാർഗം മന്ത്രിഗതി പ്രശ്നക്രിയാ സംഭവം, ക്രിയയിലാണ് ആ വിഷയം വന്നത്. ക്രിയാസംഭവം സക്രിയാസംഭവം, അതിൽ വേറെ ഒന്നുമില്ലല്ലോ. അപ്പോ അതിനകത്ത് ആചാര്യസ്ഥിതി മാറിയിട്ടുണ്ട്. ആ ഇന്നലെ തന്നെ നമ്മൾ സൂചിപ്പിച്ചു. ഇയാളോടാണ് പറയണ ആചരണവാക്യം, ഇയാൾക്കല്ല അതിന്റെ അധികാരം. അപ്പൊ അതും കഴിച്ചുണ്ട്. തന്ത്രി അല്ല, കൂടുതലും വേണേ കൂടെയുള്ളവരാവും ചെയ്യണേ അല്ലേ? കുറ്റമല്ല. അപ്പൊ അവർക്കാണ് പ്രസക്തിന്ന് ആളേലും കൂടുതൽ. അപ്പൊ സാധാരണ എസ്ഐയിലും പ്രധാനം പാറാവാണല്ലോ അല്ലേ? അതങ്ങനെ വരുന്നു. അപ്പൊ ഇദ്ദേഹത്തെ കൊണ്ട് ശല്യമില്ലാന്ന്, ശല്യമുള്ളവരൊക്കെ വന്നു പോകുന്നുണ്ടാവുന്നു. അപ്പൊ ഇദ്ദേഹത്തിനും പറയാൻ പറ്റില്ല. അപ്പൊ ക്ലേശങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വൈഷമ്യങ്ങളുണ്ട്. അല്ലാണ്ട് ഇദ്ദേഹത്തിന്റെ അല്ല നമ്മളെ തെരഞ്ഞത്. ദേവലകനും ഊരാളിനും തമ്മിൽ യുദ്ധം, എന്നാ വഴക്കില്ല. അതിൽ നിന്ന് ദുരിതം വരും, അത് വാക്കിന്നാ വരണം, അത് ഒഴിവാക്കും. ഒന്നേ നിങ്ങൾ പൂർണ്ണമായിട്ട് വെക്കുക, അല്ല അവരെ പൂർണ്ണമായിട്ട് വെക്കുക. അതിൽ നിന്ന് തീരുമാനം എടുക്കണം. ടൗൺ കഴിയുമ്പോഴത്തേക്ക് ഒഴിവ് നോക്കണ്ട, നിശ്ചയിക്കണമല്ലോ. ദേവന് സമ്മതമാണോ എന്ന് നോക്കണമല്ലോ.
അപ്പൊ നിങ്ങൾ എന്ത് ചോദിക്കുമ്പോഴും കാലത്തിന് ഉത്തരം ശാന്തിമാര് പറയണ കേട്ടിട്ടല്ല, തന്ത്രിയോട് ചോദിച്ചിട്ട് ചെയ്യാവൂ. വരുന്ന ശാന്തിക്കാരൊക്കെ പറഞ്ഞ കേട്ട് മാറ്റരുത്. അങ്ങനെ പ്രമാണമുണ്ട്. ആചാര്യ വചനം ഗ്രാഹ്യം ക്ഷേത്ര ആളെന്ത് പറഞ്ഞാലും ഉത്തരവാദിത്ത ആൾക്കാർ, ശാന്തിക്കാർക്ക് ഉത്തരവാദിത്തം ഇല്ല കേട്ടോ. ഈ 3 മാസത്തെ പൂജയ്ക്ക് വിളിച്ചു പറയാ ആളോട് തന്നെയാണ്. ആള് വിടുന്നതാണ്. ശരി ശരി. നിങ്ങൾക്ക് ഇതിന്റെ പേര് വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഇല്ലേ നമ്മളുടെ ഇപ്പോഴത്തെ സമയത്തിന്റെ സംഭവം ഇപ്പൊ കണ്ടില്ല, സൂത്രം ഇല്ല. പക്ഷെ വിഷയത്തിലേക്ക് പോവാം. അല്ലാതെ ഞങ്ങള് ഒരേ കാര്യം വരുമ്പോഴും ഗ്രൂപ്പിലിടുന്നുണ്ട്. ഇനിയിപ്പോ സൂത്രമാണ്, സൂത്രം